ഗുഡ് മോർണിംഗ്. യോ ഇതാരെയാ? എന്നെയാണോ വിളിച്ചേ? പേര് മറിയെന്നാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ സോണിയെന്നേ വിളിക്കും. இந்த உடம்புக்கு மறிய ஒத்து வராது. சோனி தான் கரெக்ட். മറിയ, കിറിയ, പെണ്ണമ്മ, കിന്നമ്മ, ഗാത്രി, ഗീത്രി, അലി, ഗൂലി, അങ്ങനെ കുറെ അലമ്പ് പേരുകളുണ്ട് നമ്മുടെ സത്യക്രിസ്ത്യാനികൾ നാണം കെടുത്താനായിട്ട്. നല്ല ചക്കക്കുരു പോലെ ഇരിക്കുന്ന ഇതുപോലത്തെ പെമ്പിള്ളേർക്ക് കാർന്നുമാർ ചില അലന്ന പേരിടും. നമ്മുടെ മിസ് കുമാരി അല്ലേ, നമ്മുടെ പഴയകാലത്തെ നായിക, അവരുടെ ഒറിജിനൽ പേരെന്താണെന്നറിയോ? മിസ് കുമാരിന്നെങ്ങാനും പേരിട്ടില്ലായിരുന്നു കാണായിരുന്നു. എന്തിനാ എല്ലാവരെയും പറയുന്നേ? എന്റെ കാര്യം എടുക്ക്. പൈലി കഞ്ഞി കിട്ടുന്ന പേരാന്നോ? ഈ പേര് കേട്ടാ എന്നാ തോന്നും? വല്ല മുച്ചീട്ട് കളിക്കാരനോ കല്യാണം ഇടക്കാരനാണെന്നല്ലേ തോന്നുള്ളൂ. ഏതായാലും സിനിമാ നടനാണെന്ന് തോന്നുകയല്ലേ? തിരിച്ചമ്മന്തി ചോദിച്ചേ. അനിൽ കപൂർ, സഞ്ജയ് ദത്ത്, സണ്ണി ഡിയോള്, ജാക്കി ഷ്രോഫ്, ഇങ്ങനെയുള്ള ചെത്ത് കുണ്ടന്മാരെ തിളങ്ങി നിൽക്കുന്ന സമയത്താ ഞാൻ ഈരാറ്റുപേട്ടയെന്ന് കുറ്റിയും പറിച്ചോണ്ട് ബോംബെയിലോട്ട് പോകുന്നു. അന്ന് ഇതിനേക്കാളും കോലം കെട്ട കോലമായിരുന്നു കേട്ടോ. ഇതത്ര കോലം കെട്ട കോലൊന്നുമല്ല, നേരത്തെ പറഞ്ഞവരെക്കാളൊക്കെ കൊള്ളാം. ഇത് സോണിയമ്മ മാത്രമല്ല, കൊള്ളാവുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹേമ പറഞ്ഞിട്ടുണ്ട്. പിള്ളേച്ചന്റെ അടുത്തോ? അയ്യ, അവള് വിത്തക്കാടി. ഇത് സാക്ഷാൽ ഹേമ, പഴയ ഡ്രീം ഗേൾ ഹേമാമാലിനി. ധരംജി കേക്കാ പറഞ്ഞു കേട്ടോ. അങ്ങാനെങ്ങാനും കേട്ടിരുന്നെങ്കിൽ പിന്നെ ഞാൻ അതിയാനോട്ട് വക്കാണത്തിന് പോയി. അപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ, ഈ പൈലിയുടെ കൂടെ ഒരു ഫാൻഡം കൂടെ കിട്ടിയതിൽ പിന്നെ സ്റ്റണ്ടിന് പോലും എനിക്കൊരു ചാൻസ് കിട്ടിയത്. ഓ, ഈ കാട്ടുമുക്കി കിടക്കുന്ന ഞാൻ ഇനി പേര് മാറ്റിയിട്ട് എന്നാ സ്റ്റണ്ട് കാണിക്കാനാ? ഒരു കപ്പ്യാരുടെ കൈക്ക് വന്ന് പെട്ടുപോയില്ലയോ? അങ്ങനെ പെട്ടുപോയിട്ട് മറ്റുമില്ല, നിരൂപിച്ച പല സ്റ്റണ്ടുകളും ഇനി നടത്താം. ഞാനല്ലേ പറയുന്നേ. ഇതാരും ദേവസേച്ചനോ? അപ്പൊ സോണിയാമേ, ഞാൻ പോയിട്ട് പുള്ളിക്കാരൻ ഇല്ലാത്തപ്പം വരാം. നമുക്ക് സമാധാനമായിട്ട് വല്ലതും മിണ്ടി പറഞ്ഞിരിക്കാമല്ലോ. കഴിഞ്ഞ ദിവസം തന്ന അത്താഴത്തിൽ നന്ദി പറയായിരുന്നു. പെണ്ണുങ്ങൾക്കുള്ളത് പെണ്ണുങ്ങൾക്ക് കൊടുക്കണമെന്നാണല്ലോ പ്രമാണം. എന്നിട്ട് കൊടുത്തോ? ധൃതി പിടിക്കുന്ന എന്തിനാ ദേവസേച്ച? കുറേശ്ശെ കുറേശ്ശായിട്ട് കൊടുക്കാമല്ലോ. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ. സോണിയാമേ പോട്ടെ. അങ്ങനെ ആട്ടെ. എന്നതാടിയാവും വിളിച്ചത്? സോണിയാന്ന്. ഓഹോ, അപ്പൊ ചെല്ലപ്പേര് വിളിക്കുന്ന പരുവം വരെ എത്തി. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് 1 മണിക്കൂർ കൂടി ആയില്ലല്ലോടി. അവൻ വരുന്ന എന്തിനാണെന്നറിയാവോ? ഇനിയും വരുന്ന എന്തിനാണെന്നറിയാവോ? വെറുതെ സംസാരിച്ചിരിക്കാനല്ലടി കഴുതേ. അതെനിക്കറിയാം. ഓഹോ, അറിയാവോ? എന്നാ പറ, എന്തിനാ? ഒന്ന് ചുമ്മാ മനുഷ്യനെ, പിന്നെ പറയും. ചെറുക്കൻ കേൾക്കുന്നു. അപ്പൊ ചെറുക്കനെ കേൾക്കാൻ കൊള്ളാത്ത ഇടപാടിനാ വന്നത്. എന്റെ കർത്താവ്, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങളും ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ല. ഉരുൾപൊട്ട്, ഭൂമി ഉലുക്കം, പേമാരി, പെരുമാള്, ഇപ്പൊ ഫാൻറ്റം പൈലി. ചെലപ്പോ ചേട്ടൻ ഇതുവരെ എത്തില്ലല്ലോ. ഇല്ല. അങ്ങേര് വന്നിട്ട് വേണം നമ്മുടെ കാര്യം ഒന്ന് തീരുമാനമാക്കാൻ. എന്ത് കാര്യം? എന്നും ഇങ്ങനെ പിള്ളേച്ചന്റെ അവിടെ ശർക്കര ഫാക്ടറി ഒക്കെ ആയിട്ട് കഴിഞ്ഞാ മതിയോ എന്റെ സതിക്കൊച്ചെ? ഓരല്ലോ ഒരു കല്യാണമൊക്കെ കഴിക്കണം. ചെലപ്പോ ചേട്ടൻ ഞങ്ങളോട് സതിയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഉവ്വോ, ആരാ ചെറുക്കൻ? ഈ ഭദ്രന്റെ വീട്ടുകാർക്കാണെ വല്ലാത്ത നിർബന്ധം, എത്രയും പെട്ടെന്ന് ഇവനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കണം. ഓഹോ, ഭദ്രനെ കെട്ടാൻ പോവാ? അപ്പൊ ആരാ പെണ്ണ്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വെറുതെ ഒലിപ്പിച്ചോണ്ട് നിക്കാതെ വഴിന്ന് മാറടാ. എന്താ? വഴിന്ന് മാറാൻ. ഇന്ന് മുഴുവൻ ഞാൻ ഏകനായി കുന്നിൻ ചേരുവിലിരുന്നു പാടും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം ഡാഷിനെ കുറിച്ചുള്ളതായിരിക്കും. അത് ശരി. അപ്പൊ കത്തനാരുടെ മനസ്സിൽ വേറെ പൂതികളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് പൂതികൾ എന്റെ മനസ്സിലുണ്ട്. അതൊക്കെ നിന്നോട് പറഞ്ഞ് ഞാൻ കുമ്പസാരിക്കണോ? നീ ചൊണയുള്ള ആൺകുട്ടിയാണെങ്കിൽ നിന്റെ പാവങ്ങളൊക്കെ എന്നോട് ഏറ്റു പറഞ്ഞ് നീ ഒന്ന് കുമ്പസാരിക്കും. മോനെ പൈലി, ഈ ലോകം മാത്രല്ല, അങ്ങേ ലോകമുണ്ട്. അവിടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിനക്ക് എന്റെ കൂടെ സുഖമായിട്ട് വേല ചെയ്യണമെങ്കിൽ മതിയടാ. അങ്ങേ ലോകത്ത് സുഖമൊക്കെ അച്ഛനെടുത്തു. ഞാൻ ഇവിടത്തെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്ത് ജീവിച്ചോളാം. അപ്പൊ നീ നന്നാവില്ല എന്ന് ഉറപ്പാണല്ലേ? നടക്കേലച്ചോ, അച്ഛൻ ഈ പാവം പിടിച്ച നാട്ടുകാരുടെ ഡൂക്കിലി പാവങ്ങള് കേൾക്കാനാ വിധി. സിനിമാക്കാരന്റെ എരിവും പുളിയും ചൂടുള്ള പാവങ്ങള് കേൾക്കാനുള്ള യോഗമില്ല. എടാ മഹാഭാവി, നീ നരകത്തി പോവും.
പൗരോഹിത്യത്തെ പുച്ഛിക്കുന്നവന് അഗ്നി നരകമാണ് ഫലം. ആര് പുച്ഛിച്ചു? എനിക്ക് അച്ഛനോട് ബഹുമാനമൊക്കെ തന്നെയാ. പക്ഷെ കുമ്പസാരിക്ക് സൂചിച്ചിട്ട് ഇവനെങ്ങാനും ഇവിടെ കിടന്ന് ചത്തുപോടാ. ഏയ് വേണമെങ്കിൽ കൊല്ലാം. എന്താ വേണോ? എന്റെ കർത്താവേ, നീ വേഗം നടന്നേടി കൊച്ചേ. നീ ഇപ്പൊ പൊക്കോ. 24 മണിക്കൂറുള്ളിൽ നിന്നെ നിന്റെ കുടുംബത്തെ ഈ നാട്ടുകാര് പേപ്പട്ടിയെ പോലെ കല്ലെറിയും. നിന്റെ അപ്പനെ നീ എടുത്ത് കൊടുത്ത കാശുണ്ടല്ലോ, അത് ഏത് വകുപ്പിലുള്ളതാണെന്ന് എനിക്കറിയാം. അവളൊരു ശീലാവതി. ഈ ഭദ്രന്റെ തനിക്കുണം നീയൊക്കെ അറിയാൻ പോകുന്നുള്ളടി. നിന്നോടും കൂടിയാ പറയുന്നേ, ചെവി എന്നുള്ളിക്കോ. നീ ഒറ്റക്കൈ നാട്ടിലെ നീ നാട്ടിലേക്ക് വന്നത് അതിന്റെ ഒരു 10 ഇരട്ടി ഡാമേജ് ആയിട്ടല്ലാതെ നീ പള്ളിക്കരയിൽ നിന്ന് തിരിച്ചിറങ്ങിയ എന്നത് ഇങ്ങനെ വിളിച്ചോ. ഇങ്ങനെ എന്താ എല്ലാരും കൂടെ? എന്താ കാര്യം? വാ, ഉള്ള സ്ഥലത്തൊക്കെ കയറി ഇരിക്കും. അതെ, നാട്ടുകാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ തന്റെ കയ്യിലേക്ക് വന്നത്. ഏത് കാശ്? അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? എടോ, നാട്ടുകാർ പിരിച്ചെടുത്ത കാശ്. ഓ, അതോ? അതിനിപ്പോ എന്താ കുഴപ്പം? നാട്ടുകാരുടെ പണം പിരിച്ചതേ സമരാവശ്യങ്ങൾക്ക് വേണ്ടിയാ, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോറി വാങ്ങാനല്ല. ലോറി വാങ്ങിച്ചോ? ആര്? താൻ ആ പെണ്ണിനെ വിളിച്ച് ചോദിക്കണം നായരെ, അവളാ കാശെടുത്തവനോട്. അത് അവളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം അവൾ അങ്ങനെ ചെയ്യില്ലെന്ന്. എന്നാ പിന്നെ ആ കാശെവിടെ? അതെ, ഞാൻ എടുത്തങ്ങ് വിഴുങ്ങി. ഈ പറഞ്ഞതിൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരല്ലോ പിള്ളേച്ച. മേലാൽ ഈ വക കാശിന്റെ കാര്യമൊന്നും എന്നെ ഏൽപ്പിക്കരുത്. കുറെ നാട്ടുകാർ വന്നിരിക്കുന്നു. സതി, അവരെന്ന് കാശൊക്കെ എടുത്തു കൊടുത്തേ. എന്താന്ന്? ചേച്ചിയല്ല, ഞാനാ വെച്ചിരുന്നെ. എന്താ വേണ്ടേ? അല്ല പിള്ളേച്ച, ആ ഭദ്രം പറഞ്ഞത് കേട്ടപ്പോ ഞങ്ങള് പെട്ടെന്ന്. ഏത് ഭദ്രൻ? ഓ, അപ്പൊ നിങ്ങൾക്ക് എന്നേക്കാ വിശ്വാസം അവനെയാണല്ലേ? എല്ലാ കോച്ചറക്കൊളിക്കും കാരണം ഇയാൾ ഒരൊറ്റൊരുത്തനാ. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാ. ഞാനോ? ഇനിയിപ്പോ അതും പറഞ്ഞ എല്ലാവരും കൂടെ എന്റെ ചക്കത്തെ കയറിക്കോ. എടി മറിയേ,